അതെവിടെയാ? ആരായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇതിപ്പോ എന്തിനായിരിക്കും എടുത്തിട്ടുണ്ടാവുക? ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കാം. എന്തല്ലോ ഷർട്ടാ? പിന്നെന്താ ഇടാത്തെ? എടാ ഷർട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഈ അലമാര കൊണ്ട് പൂട്ടി വെക്കാനാണോ? അല്ലല്ലേ? അച്ഛാ കുഴപ്പമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? നല്ല കൃത്യ അളവോ, കുറവുമില്ല കൂടുതലുമില്ല. എന്താ ഇത്? അച്ഛനൊരു നിർബന്ധം, ഞാനിതൊന്ന് ഇട്ട് കാണണമെന്ന്. എന്ന് വെച്ച് എടി മോളെ, ഈ ഷർട്ടേ വീടാ മാറ്റിച്ചേക്കുമായിരുന്നു. കയ്യോടെ ഞാനതൊക്കെ ഇടിയിപ്പിച്ച്. അച്ഛൻ എന്തിനാ ഈ ഷർട്ട് എടുത്തേ? അതുകൊള്ളോ? എടി മോളെ, ഇതവൻ വാങ്ങിച്ചിട്ട് ആദ്യം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നേ. നാളത്തെ ചടങ്ങിനെ ഇതും കിട്ടാലോ? ഈ ഷർട്ട് അവന് സെറ്റ് ആവരുത്. എന്ത് കുഴപ്പം? നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇത് നല്ലതാ. വെഡിങ് ആനിവേഴ്സറി ഇതഴിച്ചേ. ഇതിങ്ങനെ ഇട്ടോണ്ട് നിക്കണ്ട, അഴിക്കാനാ പറഞ്ഞത്. അഴിക്കാൻ. ശാലിനി, നാളത്തേക്ക് വേറെ ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് അലമാരക്കകത്ത് വെറുതെ ഇരിക്കുന്നതുകൊണ്ടേ ഞാൻ നേരത്തെ ഇടിപ്പിച്ചത്, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഒഴിക്കാൻ. ഈ ഷർട്ട് ഇത് ഞാൻ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാ. ഇതിന്റെ വില എന്ന് പറയുന്നത് അളന്ന് തിട്ടപ്പെടുത്താനാവില്ല. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മേലിൽ ഇത്തരം നാടകങ്ങൾക്ക് കൂട്ടു നിൽക്കരുത്. മനസ്സിലായോ? എല്ലാം കൊണ്ടുപോകുന്നു. എന്തോടാ പറഞ്ഞേ? ഏയ്, അത് വെറുതെ. എനിക്ക് മനസ്സിലായി. നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അവൾക്കൊരു സാരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. അത് സർപ്രൈസാ. സർപ്രൈസ്.